നടിയും നർത്തകിയുമായ ആശാ ശരത്തിന് എതിരായ വഞ്ചനാ കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയതിന്റെ പേരിൽ വഞ്ചനാക്കുറ്റം നിലനിൽക്കില്ലെന്ന് ആശാ ശരത്ത് കോടതിയിൽ വാദിച്ചു. ബിന്നിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിന്നിൽ, ഈ കേസിന്റെ പശ്ചാത്തലവും ഒപ്പം ആശാ ശരത്ത് കോടതിയിൽ വാദിച്ച കാര്യങ്ങൾ എന്താണ്, കോടതിയുടെ നിലപാട് ഇപ്പോൾ വരുന്നത്? പ്രജീഷ്, SPC പ്രാണ ടെക്നോളജി എന്നൊരു സ്ഥാപനത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ്. അതൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളായിരുന്നു. കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ 5ാം പ്രതിയാണ് ആശാ ശരത്ത്. ആശാ ശരത്ത് ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. ഇതിന്റെ പരസ്യങ്ങളിൽ അഭിനയിച്ചിരുന്നത് ആശാ ശരത്തായിരുന്നു. ആശാ ശരത്തിനെ ഈ പരസ്യങ്ങൾ വരുന്നത് വിശ്വസിച്ച് നിക്ഷേപം നടത്തിയെന്നതായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. അങ്ങനെയാണ് അവർ 5ാം പ്രതിയായി വന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസ് റദ്ദാക്കാൻ ആശാ ശരത്ത് ഹർജി നൽകുകയായിരുന്നു. ആ ഹർജിയിലാണ് ഹൈക്കോടതി ഇതിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ആശാ ശരത്തിനെതിരായ അന്വേഷണം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പോലീസിനോട് കോടതി വിശദീകരണം തേടിയിരിക്കുന്നു. അടുത്ത മാസം 27-ന് ഈ ഹർജി വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. അവിടെ പ്രധാനമായും ആശാ ശരത്ത് എടുത്ത വാദം എന്നത് അവർ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിപ്പോയി എന്നതിന്റെ പേരിൽ ആ സ്ഥാപനം ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം തനിക്കില്ല എന്നതാണ്. ഈ പരസ്യത്തിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചനകളോ മറ്റോ നടന്നിട്ടുണ്ടോ എങ്കിൽ അത് ഈ സാധാരണ നിലയിൽ ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി വരില്ല. അത് ഉപഭോക്തൃ കേസായി മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം. ശരി ബിനിൽ, നടിയും നർത്തകിയുമായ ആശാ ശരത്തിനെതിരായ വഞ്ചനാ കേസിലാണ് തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്.